രാഹുൽ ഗാന്ധിയുടെ ആറ്റം ബോംബ് വീണിരിക്കുന്നത് ഹരിപ്പാടാണ്. അപ്പോൾ ഹരിപ്പാട് അവിടുത്തെ MLA ആയ രമേശ് ചെന്നിത്തലയ്ക്ക് ഭാര്യയ്ക്കും രണ്ടിടങ്ങളിൽ വോട്ടുണ്ടെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് BJPയുടെ നേതാവായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രനാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രമേശ് ചെന്നിത്തലയും ശോഭാ സുരേന്ദ്രൻ പോരാട്ടം കാണേണ്ടി വരുമോ? ഹരിപ്പാട് ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് ചെന്നിത്തലയെ വല്ലാതെ അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളിലുമുണ്ട്. കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ഒപ്പം സോണിയാഗാന്ധിയുടെ പൗരത്വത്തിൻ്റെ കാര്യത്തിൽ പോലും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം രാഹുൽ ഗാന്ധി സോണിയയുടെ ഒരു ശത്രുവായിട്ടാണ് ഇപ്പം അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോൾ സോണിയയും അതിനകത്ത് പെട്ടു. എന്തിന്? പ്രിയങ്ക ഗാന്ധിയും പെട്ടില്ലേ? വയനാട്ടിലെ വോട്ട് 1,00,000-ലധികം വോട്ടിൻ്റെ ദുരൂഹതയുള്ള വോട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടത്തിയിരിക്കുന്നത് ഹരിപ്പാടും. അത് ചെന്നിത്തലയ്ക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എന്നിട്ടും പലരും തൃശ്ശൂരിലെ കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് ഇന്നലെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മത്സരം ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. ചെന്നിത്തലയ്ക്ക് തോൽവി ഉണ്ടാകുകയാണെങ്കിൽ ഇനി 2026 തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ആളാണ് രമേശ് ചെന്നിത്തല. പക്ഷെ അങ്ങനെ ഒരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും മാരാരിക്കുളം ആവർത്തിക്കുമല്ലോ. അതെ, കാരണം ചെന്നിത്തലയ്ക്ക് ഇതൊരു അവസരമാണ് എന്തും കൊണ്ടും. 2026 ചെന്നിത്തലയ്ക്ക് അനുകൂലമായ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെന്നിത്തലയും VD സതീശനും കൂടെയുള്ള ഒരു മത്സരമാണ്. ചെന്നിത്തല ഈ ഒരു പ്രശ്നത്തിലൂടെ തോക്കുന്നെങ്കിൽ തോക്കട്ടെ എന്ന് കരുതുന്നവർ ഒരു വിഭാഗവുമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമാണല്ലോ. അപ്പോൾ തോറ്റു കഴിഞ്ഞാൽ തീർന്നു. പിന്നിനി എന്നാ 2031 പോകണം. 31 എത്തുമ്പോഴത്തേക്ക് ഇവിടെ UDF എന്ത് തരത്തിലാകും, കോൺഗ്രസ് എന്ത് തരത്തിലേക്കാകും എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. പല കാര്യങ്ങളും പരിങ്ങലിലാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ചെന്നിത്തലയ്ക്കൊക്കെ ഇപ്പോൾ ദേഷ്യം മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തോടായിരിക്കും, കേന്ദ്ര നേതൃത്വത്തോടെ. രാഹുൽ ഗാന്ധി കാണിച്ച ഈ കോപ്രായങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മലന്ന് കടന്ന് തുപ്പുകയാണ് ചെയ്തത് സ്വന്തം പാർട്ടിക്ക്. കർണാടകയിൽ നമ്മളൊരു വശം കണ്ടു, ഒരു മന്ത്രി എല്ലാം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. VD സതീശൻ അടക്കമുള്ള പല നേതാക്കളുടെ പേരിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അതെ, അതാ കോൺഗ്രസിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരിലും, പ്രിയങ്ക, അതുപോലെ തന്നെ ചെന്നിത്തല. പക്ഷെ ചെന്നിത്തലയുടെ കാര്യമാണ് ഇതിനകത്ത്. കാരണം ഒന്നാമത് അവിടെ BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് തന്നെ ചെന്നിത്തലയ്ക്ക് ഒരു വലിയ ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണമുണ്ട്. എല്ലാ കാലത്തും ഈ RSSന്റെ വോട്ട് വാങ്ങിയാണ് ചെന്നിത്തല ഹരിപ്പാട് വിജയിക്കുന്നതെന്നൊരു വിമർശനമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ പൂർണ്ണമായി തന്നെ ആ വോട്ടുകൾ അങ്ങോട്ട് പോയാൽ സ്വാഭാവികമായും അവിടെ പരാജയം ആലപ്പുഴയിൽ രമേശിന് സംഭവിക്കും, ഹരിപ്പാട് ചെന്നിത്തലയ്ക്ക് സംഭവിക്കും. അത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ്, വലിയ തിരിച്ചടി. അത് കാരണം അവിടെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള, ശോഭാ സുരേന്ദ്രനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെ പ്രമുഖരായിട്ടുള്ള ഒരാൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ. പിന്നെ ഇനിയിപ്പോൾ ചെന്നിത്തല ചെയ്യേണ്ടത് BJPയിലേക്ക് ചേരുക എന്നുള്ളത് മാത്രമാണ്. ചെന്നിത്തലയുടെ പേരിലൊരു ഇതുണ്ട്, ഇതിട്ടിട്ടുണ്ടെന്ന്, എന്താ, കാക്കി നിക്കറാണ് ധരിച്ചിരിക്കുന്നത് എന്ന് ചെന്നിത്തലയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. RSSന്റെ വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള മണ്ഡലം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാണ്. എല്ലാ കാലത്തും വലിയ രീതിയിൽ CPMന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തല എന്നൊരു സ്ഥാനാർത്ഥി ഉള്ളത് കൊണ്ടാണ് അവിടെ വിജയിച്ച് കയറാൻ
കോൺഗ്രസിന് കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പിന്നെ ചെന്നിത്തലയ്ക്ക് വേറൊരടി ഉണ്ടാകാൻ പോകുന്നത് വി ഡി സതീശൻ മുഖ്യ എതിരാളിയായിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പദത്തിന് വേറെ പലരും ഉണ്ട്, അത് മാറ്റി നിർത്തുക. പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് ഇവരെ നോക്കണം. ഇതിൽ മുതിർന്ന ആളെന്ന് പറയുന്നത് ചെന്നിത്തല തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇവരെല്ലാം ജയിച്ചു വന്ന് UDF അധികാരത്തിൽ വരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തല എന്താണ് വളരെ ജൂനിയറായിട്ടുള്ള വി ഡി സതീശൻ്റെ താഴെ ഒരു മന്ത്രിയായിട്ട് മാത്രം ചെന്നിത്തല നിൽക്കണം. അത് എന്തായാലും നടക്കുന്ന കാര്യമല്ല. ചെന്നിത്തല ജയിച്ചാലും മുഖ്യമന്ത്രി ആയിരിക്കണം. അല്ലെങ്കിൽ ജയിച്ചാലും തോറ്റാലും എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ചെന്നിത്തല പോകും. പ്രത്യേകിച്ച് ഇവിടെ ഹരിപ്പാട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട്. ഇനിയിപ്പോൾ എനിക്ക് സംശയമുണ്ട്, മണ്ഡലം ചിലപ്പോൾ മാറുമോ? മണ്ഡലം മാറിയാൽ അതിന് അത്ര സുരക്ഷിതമായിട്ട് എവിടെ കൊടുക്കും മണ്ഡലം? അല്ലെങ്കിൽ ചെന്നിത്തലയോടെ ലീഗുകാർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മലബാറിൽ ഏതെങ്കിലും പ്രദേശത്ത് സുരക്ഷിതമായ ഇടങ്ങളിൽ കൊടുക്കണം. കാരണം ലീഗിൻ്റെ ആ സുരക്ഷിത മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഭയക്കേണ്ട. കാരണം ഇപ്പോൾ മലബാർ പ്രദേശത്തു നിന്നുള്ള കോൺഗ്രസ്സുകാർ ജയിച്ചു വരുന്നത് ലീഗിൻ്റെ പിൻബലത്തിലാണ്. ചെന്നിത്തലയ്ക്ക് വേണേൽ ഗുരുവായൂർ സീറ്റ് എടുക്കാം. ഗുരുവായൂർ BJP ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ 2ാം സ്ഥാനത്ത് മാത്രമാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ അത് ലീഗിൻ്റെ മണ്ഡലവുമാണ്. KN ഖാദറായിരുന്നു കഴിഞ്ഞ തവണ നിന്നത്. 15,000-ലധികം വോട്ടിലെ ഭൂരിപക്ഷത്തിലാണ് അക്ബർ വിജയിച്ചത്. അപ്പോൾ അവിടെ ഒരു ലീഗ് സ്വാധീനമുള്ള ഇടമാണ്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ തരംഗമൊക്കെ നിൽക്കുന്നത് കൊണ്ടും ലീഗിൻ്റെ പിന്തുണ ഉള്ളത് കൊണ്ടും. പക്ഷേ ഗുരുവായൂർ മണ്ഡലം മുരളീധരൻ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ലീഗിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ ഇനിയിപ്പം വലിയ തിരക്കായിരിക്കും. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർ ലീഗിനോട് ചില സീറ്റുകളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് വെച്ചു മാറാനായിട്ട്. ഇപ്പം കളമശ്ശേരി സീറ്റ് വരെ ചോദിച്ചിട്ടുണ്ട്. കളമശ്ശേരി രാജീവ് ആണ് ഇപ്പോഴത്തെ MLA വ്യവസായ മന്ത്രി. അത് ലീഗിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചിട്ട് ലീഗിന് കൊച്ചി കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. കൊച്ചിയിലും LDF ആണ് ഇപ്പോൾ, മാക്സിയാണ് അവിടുത്തെ MLA. എന്നിട്ട് കൊച്ചിയിൽ KM ഷാജിയെ കൊണ്ടുവന്ന് നിർത്താനുള്ള നീക്കം ലീഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഒരു വെച്ചുമാറൽ ലീഗ് കോൺഗ്രസും കൂടി നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ രമേശ് ചെന്നിത്തലയെയും വിജയിപ്പിച്ചു കൊണ്ടുവരണം എന്ന് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെങ്കിലും സുരക്ഷിതമായ ഇടത്തിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെന്നിത്തല തോൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ചിലരുണ്ടാകും. ആയിക്കൊള്ളട്ടെ, അപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെന്നിത്തല വേറെ ഏതെങ്കിലും വഴി നോക്കും. അപ്പം രണ്ടായാലും നഷ്ടം കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളത് അവർ ഓർത്തിരിക്കുന്നത് നല്ലത്. കാരണം 2031 വരെ എന്നുള്ള വഴിയിലേക്ക് ചെന്നിത്തല പിന്നെ പോകത്തില്ല. കാരണം പ്രായമുണ്ടല്ലോ. അതിനപ്പുറം, കാരണം ഇപ്പം തന്നെ നമുക്കറിയാം, സുധാകരനെ തന്നെ അനാരോഗ്യമെന്നൊക്കെ പറഞ്ഞാണ് KPCC അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റിയത്. അതിൽ തന്നെ വെള്ളാപ്പള്ളി വളരെയധികം ക്ഷുഭിതനാണ്. ഏത് തരത്തിലാണ് ഈഴവ സമുദായത്തോട് UDF പരിഗണന കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ വോട്ട് വിവാദം കോൺഗ്രസിന് തന്നെ തിരിച്ചടിക്കുമ്പോൾ അത് കേരളത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ചെന്നിത്തലയ്ക്കായിരിക്കും. ചെന്നിത്തലയുടെ നമ്മൾ ആരും വിചാരിക്കാത്ത തരത്തിൽ ഹരിപ്പാട് BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ട് മാറാൻ പോവുകയാണ്.